ഒരു ടയർ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ടയറിനെ കൂടുതൽ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് Hey, hello guys, welcome back to my YouTube channel, Revokit Vlogs. Autonomy is an illusion. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ വന്നിരിക്കുന്നത് ടീം കില്ലർ ബോളിൻ്റെ മറ്റൊരു വാഹനമായിട്ടാണ്. വണ്ടി കാണണ്ടേ, ഇതാ ജിപ്സി 4x4. (2006) മോഡൽ മാരുതി സുസുക്കി ജിപ്സി 4x4 ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ വന്നിട്ടുള്ളത്. സോ വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമായിരിക്കും നമ്മുടെ സ്വന്തം ടീം കില്ലർ ബോളിൻ്റെ മറ്റൊരു വാഹനമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വണ്ടി നമ്മൾ പൊതുവേ നമ്മുടെ പെട്രോൾ കാറ്റഗറിയിൽ മത്സരിക്കുന്ന ഒരു വാഹനമാണിത്. സോ ഈ ഒരു വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കി നോക്കാം. സോ സ്ട്രെയിറ്റ് അവേ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ ബേ തന്നെ കണ്ടു തുടങ്ങാം. സോ ബിഫോർ ദാറ്റ് ഈ ഒരു വണ്ടിയുടെ ഹുഡിൽ കൊടുത്തിരിക്കുന്ന 2 അഡീഷണൽ ബോണറ്റ് ലോക്സ്, കാരണം നമ്മൾ ഇതിക്ക് മുന്നേ ചെയ്ത പല വണ്ടികളും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ബോണറ്റ് ലോക്സ് കൊടുത്തിരിക്കുന്ന റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാഹനം എക്സ്ട്രീം കണ്ടീഷനിൽ പോകുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം ജംബോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു ഹുഡ് തന്നെ തുറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അഡീഷണൽ ബോണറ്റ് ലോക്സ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇത് ഒരു ചെറിയ ബലം കൊടുക്കുന്നത് ഊരിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ അപ്പുറ സൈഡിലും ആ ഒരു ബോണറ്റ് ലോക്സ് നമുക്ക് നേരെ ഊരിയെടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ ബേ എന്ന് പറയുന്നത്. 1.6 1590 cc ഇൻലൈൻ 4 സിലിണ്ടർ സിംഗിൾ ഓവർ ഹെഡ് ക്യാം പെട്രോൾ MPFI എഞ്ചിനാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിന് വരുന്നത്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 95 bhp ആണ് ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് വരുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു വണ്ടി റേസ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ എക്സോസ്റ്റും അതുപോലെ എയർ ഇൻടേക്സും മാറ്റിയിട്ടുണ്ട്. സോ അറൗണ്ട് ഒരു 510 bhp നമുക്ക് ഇതിനകത്ത് അഡീഷണൽ കിട്ടുന്നതാണ്. അതുപോലെ നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു എക്സോസ് എന്ന് പറയുന്നത് ബായുടെ എക്സോസ് സിസ്റ്റമാണ് നമ്മുടെ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് നേരെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ എയർ ഇൻടേക്സ് വണ്ടിയുടെ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കവറിൻ്റെ അകത്ത് KNN എയർ ഫിൽറ്ററാണ് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കവർ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നമ്മുടെ വണ്ടി ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡേർട്ടും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഡയറക്റ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോളും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി സ്നോർക്കിൾ കണക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സ്നോർക്കിൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എഞ്ചിനെ പറ്റി പറയാനായിട്ടുള്ളൂ. സോ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഹുഡ് ബേ നേരെ ക്ലോസ് ചെയ്തേക്കാം. ആൻഡ് നമുക്ക് നേരെ ആ ഒരു ഓപ്ഷൻ ക്ലോസ് ചെയ്തേക്കാൻ വേണ്ടി ഇതാണ് നമ്മുടെ ഒരു വണ്ടിയുടെ ഒരു ഓവറോൾ ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്. എൻ്റെ മോനെ ആ ഒരു ഗ്രീൻ കളർ വണ്ടി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. സോ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി പക്ക ഒരു സ്റ്റോക്ക് ജിപ്സി പോലെ തോന്നുമെങ്കിലും ഇതിലേക്ക് ആഴത്തിൽ നമ്മൾ ഈ ഒരു വണ്ടിനെ പറ്റി മനസ്സിലാക്കിയാൽ നമുക്കിത് സ്റ്റോക്ക് അല്ല എന്ന് മനസ്സിലാവുകയുള്ളൂ. സോ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വണ്ടിയുടെ ഓവറോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ മുകളിലായിട്ട് ഇവിടെ LED ബാർ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം നൈറ്റ് ടൈമിലൊക്കെ നമ്മൾ വണ്ടി കൊണ്ട് ഓഫ് റോഡ് ചെയ്യാൻ പോകുമ്പോൾ ലൈറ്റിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തൊട്ട് മുകളിലായിട്ട് തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ള 2 പോയിൻ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് കൊടുത്തിരിക്കുന്നത്
കാണാൻ സാധിക്കും. ഇത് ഈ ഒരു ഹുഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അതിനൊരു സപ്പോർട്ടിന് വേണ്ടിയാണ് വരുന്നത്. അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ടീമിൻ്റെ 2 ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. ടീം കില്ലർ ബുൾ എന്നുള്ള 2 ബാഡ്ജിങ്ങാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ആൻഡ് ഇവിടെ നിന്ന് പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്നത് 2 ഹാലജൻ റൗണ്ട് ഷേപ്പിലുള്ള ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. നേരെ സെൻട്രലായിട്ട് തന്നെ മാരുതിയുടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ നേരെ വണ്ടിയുടെ ഈ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ നേരെ നോക്കുമ്പോൾ ഈ 2 വീൽസിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കും ഇത് കുറച്ച് വൈഡായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന പോലെ. സോ അതിൻ്റെ മെയിൻ റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ഹൗസിംഗ് ട്യൂബ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് മഹീന്ദ്രയുടെ പിക്കപ്പിൻ്റെ ഹൗസിംഗ് ട്യൂബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുക എന്നുള്ള റീസൺ കൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് ഹൗസിംഗ് ട്യൂബ് മഹീന്ദ്രയുടെ ആക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ ഈ ഒരു പ്ലേറ്റ് സെറ്റും അപ്ഗ്രേഡ് ചെയ്ത് മഹീന്ദ്രയുടെ തന്നെയാണ് ആക്കിയിരിക്കുന്നത്. സോ ഈ ഒരു പ്ലേറ്റ് സെറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നതിനും ഒരു ഡിഫറൻസ് കൂടിയുണ്ട്. കാരണം ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് ആക്ച്വലി റിവേഴ്സ് ഷാക്കിലായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് ആക്ച്വലി ബാക്ക് സൈഡിലും അപ്പർ സൈഡിലെ ഭാഗമാണ് ഫ്രണ്ടിലും വരേണ്ടത്. നമ്മൾ നേരെ റിവേഴ്സ് ഓർഡറിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സെൻട്രലായിട്ട് തന്നെ ഇവിടെ റെഡ് കളർ ട്യൂബ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്നത് ആക്ച്വലി ലാംഡയുടെ ഡിഫറൻഷ്യൽ ലോക്കേഴ്സാണ് വരുന്നത്. ഇത് കൺട്രോൾ ചെയ്യുന്ന ന്യൂമാറ്റിക്കലി ആയതുകൊണ്ടാണ് ഇവിടെ ഒരു ബ്ലൂ കളർ ട്യൂബും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ആക്സിൽസ് വണ്ടിയുടെ ബ്രേക്ക് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ അപ്ഗ്രേഡ് ചെയ്ത് ക്രോമോഡ് ഫ്രണ്ട് ആക്സിൽസാണ് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്ത് വരുന്നത്. ആൻഡ് നേരെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു ടവിങ് ഹുക്ക് വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ വണ്ടി കെട്ടി വലിക്കാൻ അല്ലെങ്കിൽ വേറെ വണ്ടീനെ കെട്ടി വലിപ്പിക്കാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു വണ്ടി സൈഡിൽ നോക്കുമ്പോൾ തന്നെ ഈ കൊടുത്തിരിക്കുന്ന ഒരു വിൻഷീൽഡ് മാത്രമാണ് ഈ ഒരു വണ്ടിയിൽ സ്റ്റോക്ക് എന്ന് പറയാൻ സാധിക്കുള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി വണ്ടി കസ്റ്റമൈസ്ഡ് ആണ്. സോ നമുക്ക് എന്തായാലും വണ്ടി നേരെ ഫ്രണ്ട് ടയേഴ്സ് തന്നെ കണ്ടു തുടങ്ങാം. 15 ഇഞ്ച് അലോയ്സിൽ CSTയുടെ 31 ഇഞ്ച് മട്ടരൻ ടയേഴ്സാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഷോക്ക് സെറ്റിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പ്രൊഫൻഡറിൻ്റെ ഷോക്ക് സെറ്റ്സാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ഡിസ്ക് ബ്രേക്സ് ആണ്. നമ്മൾ ഈ ഒരു വണ്ടിയുടെ ബ്രേക്സ് അപ്ഗ്രേഡ് ചെയ്ത് സ്കോർപ്പിയോയുടെ ബ്രേക്ക് ബൂസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വരുന്ന അലോയും ബാക്കിൽ വരുന്ന സ്റ്റീൽ റിംസുമാണ് ഈ ഒരു വാഹനത്തിൽ. ആൻഡ് ഈ ഒരു വീൽ ആർച്ചിലേക്ക് നോക്കുവാണെങ്കിൽ 31 ഇഞ്ച് ടയേഴ്സിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് വീൽ ആർച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഫെൻഡേഴ്സിലേക്ക് നോക്കുവാണെങ്കിൽ മാക്സിമം വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സൈഡ് ഫെൻഡേഴ്സ് വരുന്നത്. അവിടെ നിന്ന് പിന്നെ നേരെ ഈ ഒരു ഹുഡിൻ്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ സ്റ്റോക്ക് വരുന്ന ജിപ്സിയുടെ സെയിം ഹുഡ് തന്നെയാണ് വരുന്നത്. സൈഡിലായിട്ട് തന്നെ എയർ വെൻസ് വരുന്നുണ്ട്. ഡോറിൻ്റെ ഭാഗത്ത് നേരെ നോക്കുമ്പോൾ പുറത്തേക്ക് വിസിബിൾ ആയിട്ടുള്ള ഡോർ ഹിഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഹിഞ്ചസ് ഒക്കെ സ്റ്റോക്ക് വരുന്ന ജിപ്സിൽ അങ്ങനെയാണെങ്കിലും ഈ ഒരു ഡോർ സ്റ്റോക്ക് അല്ല. ഇത് നമ്മുടെ ഡ്രൈവേഴ്സിൻ്റെ കംഫർട്ട് അനുസരിച്ച് നമ്മൾ കസ്റ്റമായിട്ട് ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഒരു ഡോർസൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ നേരെ മുകളിലേക്ക് നേരെ നോക്കുമ്പോൾ റോൾ ഗേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വിസിബിൾ ആണ്. ആൻഡ് ഈ ഒരു റിയർ സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ വണ്ടിയിൽ ഫ്രണ്ടിൽ വരുന്നത് അലോയ്സും ബാക്കിൽ വരുന്ന സ്റ്റീൽ റിംസ് ആണെന്ന്. അത് എന്തിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ ഹൗസിംഗ് ട്യൂബ് മാറ്റിയിരിക്കുന്നതുകൊണ്ട് ആ ഒരു വീതിയെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിയർ സൈഡിൽ സ്റ്റീൽ റിംസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരെ ഈ ഒരു ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് നേരെ കാണാൻ സാധിക്കും മഹീന്ദ്രയുടെ ലീഫ് സെറ്റ്സ് നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു ഫ്യൂൽ ടാങ്ക് ലിഡ് വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. 40 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതിന് ആ ഒരു ഫ്യൂൽ ടാങ്കിന് നമ്മൾ നേരെ ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു ഗാർഡ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം എക്സ്ട്രീം കണ്ടീഷനിലേക്ക് പോകുമ്പോൾ ടാങ്കിന് വേറെ കല്ലൊക്കെ അടിച്ച് വേറെ ലീക്കും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എക്സ്റ്റേണൽ ഗാർഡ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നേരെ ഇവിടെ നോക്കുമ്പോൾ ആ ഒരു ഷോക്സ് പ്രൊഫൻഡറിൻ്റെ ഷോക്സ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഈ ഒരു റിയർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ റെഡ് കളർ ഒരു ഹൗസിംഗ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് വരുന്നത് ലാംഡയുടെ ഡിഫറൻഷ്യൽ ലോക്കേഴ്സാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ വണ്ടിയുടെ ഒരു ഓവറോൾ റിയർ പ്രൊഫൈലിലേക്ക് നേരെ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ഇരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഒരു ടാങ്കിലേക്കാണ്. പെട്ടെന്ന് കാണുമ്പോൾ എന്തോ ഒരു നൈട്രസ് പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് ആക്ച്വലി ഒരു എയർ ടാങ്കാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ നേരെ ഫ്രണ്ടിലായിട്ട് നോക്കി കഴിഞ്ഞാൽ ARBയുടെ സിംഗിൾ മോട്ടർ എയർ കംപ്രസർ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ ഒരു വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു എയർ ഇൻടേക്കിൻ്റെ ഈ ഒരു പൈപ്പ് നമ്മൾ ഇത്രയും ലെങ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നേരെ ബാക്കിലേക്ക് നേരെ നോക്കുമ്പോൾ 2 ഫ്ലൂയിഡ് ക്യാൻസ് പൊങ്ങി നിൽക്കുന്ന കാണാനായിട്ട് സാധിക്കും. നമ്മൾ കുറച്ചും കൂടി അടുത്തേക്ക് വരുമ്പോഴാണ് നമുക്കിതൊരു വലിയൊരു സെറ്റപ്പ് ആണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇത് ആക്ച്വലി ഫിഡിൽ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഒരു വണ്ടിയിൽ ആഡ് ഓൺ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫിഡിൽ ബ്രേക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോക്കലി കട്ട് ബ്രേക്ക് എന്ന് പറയും. അതിനൊരു വർക്കിംഗ് വരുന്നത് റിയറിലെ ഏതെങ്കിലും ഒരു ടയർ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ടയറിനെ കൂടുതൽ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് വണ്ടി ഈസിലി ടേൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു ഫിഡിൽ ബ്രേക്ക് സിസ്റ്റം നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ കമ്പോണൻസും മൊഡ്യൂൾസ് ഒക്കെയാണ് ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ആൻഡ് നമ്മൾ നേരെ ഈ ഒരു റിയർ ടയർസിലേക്ക് നേരെ നോക്കുമ്പോൾ നമുക്ക് 2 ബ്രേക്ക് കാലിപ്പേഴ്സ് വരുന്നത് കാണാൻ സാധിക്കും. അതിലൊന്ന് വരുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോർമൽ ബ്രേക്കിൻ്റെ കാലിപ്പറും അതുപോലെ ഇപ്പറ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഫിഡിൽ ബ്രേക്കിൻ്റെ കാലിപ്പറുമാണ് ഈ ഒരു സൈഡിലായിട്ട് വരുന്നത്. ആൻഡ് അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ വണ്ടിയുടെ ഒരു എയർ ടാങ്കിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ന്യൂമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന ഫിഡിൽ ബ്രേക്കിൻ്റെയും ലോക്കേഴ്സിൻ്റെയും ഒരു ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾസ് ആണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഈ ഒരു വണ്ടിയുടെ ഒരു കോ ഡ്രൈവർ സീറ്റിലേക്ക് നേരെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അകത്ത് കയറി ഇരുന്ന് വണ്ടിയുടെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഡോർ ഞാൻ പറഞ്ഞ പോലെ കയറുവാനും ഇറങ്ങുവാനുമുള്ള ഒരു ഈസി ആക്സസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോർ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഒരു ഓവറോൾ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഡ്രൈവറിനെയും കോ ഡ്രൈവറിനെയും കംഫോർട്ടിന് വേണ്ടിയിട്ടാണ് കസ്റ്റം സീറ്റ്സ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും നേരെ വണ്ടിക്കകത്തേക്ക് കയറി ഇരുന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കണ്ടു നോക്കാം. സോ പൊതുവെ ഒരു വണ്ടിക്കകത്തേക്ക് കയറി ഇരിക്കുമ്പോൾ തന്നെ വളരെ ഒരു സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ വരുന്നത് ഈ ഒരു കസ്റ്റം ഡാഷ്ബോർഡാണ്.
നമുക്ക് എന്തായാലും ഒരു ഡാഷ്ബോർഡിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറേ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു കോക്പിറ്റ് പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇത്രമാത്രം അധികം സ്വിച്ചസ് വരുന്നത്. ഇത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഒരേപോലെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെൻട്രലായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും ഓരോ സ്വിച്ചസ് നോക്കാം. ഇതിൽ ആദ്യമേ തന്നെ വരുന്നത് ഈ ഒരു കംപ്രസറിൻ്റെ സ്വിച്ചാണ്. എയർ കംപ്രസറിലേക്ക് എയർ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ ഫാൻ, റേഡിയേറ്ററിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ ഫാനിൻ്റെ സ്വിച്ചാണ് വരുന്നത്. തൊട്ട് സൈഡിലായിട്ട് റിവേഴ്സ് ലൈറ്റും ഫ്രണ്ട് ലൈറ്റും 2 സ്വിച്ചസ് വരുന്നുണ്ട്. കാരണം നൈറ്റ് കണ്ടീഷനിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും അഡീഷണൽ ലൈറ്റ്സിന് വേണ്ടിയുള്ള സ്വിച്ചാണ് വരുന്നത്. അതുപോലെ ക്യാബിൻ ലൈറ്റ്, ഈ പറഞ്ഞ പോലെ നൈറ്റ് ടൈമിൽ തന്നെ ഈ ഒരു ക്യാബിനിലും വെട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ക്യാബിൻ ലൈറ്റ് അഡീഷണൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ലോക്കറിൻ്റെയും റിയർ ലോക്കറിൻ്റെയും 2 സ്വിച്ചസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒരു ഗേജ് വരുന്നുണ്ട്. ഇത് ആക്ച്വലി എയർ കംപ്രസറിൽ എന്തുമാത്രം എയർ ഉണ്ടെന്ന് അറിയാനുള്ള ഒരു എയർ ഗേജാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് കട്ട് ബ്രേക്കിൻ്റെയും ലോക്കറിൻ്റെയും ഒരൊറ്റ ഇതിൽ തന്നെ ഒരു സ്വിച്ച് വരുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ആവശ്യം കൊടുത്തിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ബ്രേക്കും ഡിഫറൻഷ്യൽ ലോക്കറും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇതിനെ രണ്ടിനും ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അഡീഷണൽ സ്വിച്ചസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് കട്ടിംഗ് ബ്രേക്കും റൈറ്റ് കട്ടിംഗ് ബ്രേക്കിൻ്റെ 2 സ്വിച്ചസ് ഈ ഭാഗത്ത് വരുന്നത് കാണാൻ സാധിക്കും. ഇത് മെയിൻലി കോ ഡ്രൈവറിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ലെഫ്റ്റ് കട്ടിങ്ങും റൈറ്റ് കട്ടിങ്ങും ഈ ഒരു ഗിയർ നോബിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗേജിലേക്ക് നേരെ നോക്കുമ്പോൾ സ്പീഡോമീറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഫ്യൂവൽ ഗേജ് കാണാൻ സാധിക്കും. എഞ്ചിൻ ടെമ്പറേച്ചർ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഒരു വണ്ടിയുടെ ഇന്റീരിയറിൽ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും ഇനി നേരെ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങി നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ ക്യാബിനിൽ കയറി അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളത് നമുക്ക് നോക്കാം. എൻ്റെ മോനെ, ഈ ഒരു വണ്ടി പുറമേ നിന്ന് കാണുമ്പോൾ ആളൊരു ഇച്ചിരി സ്റ്റോക്ക് കണ്ടീഷനാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാവുള്ളൂ എന്ത് മാത്രമാണ് ഈ ഒരു വണ്ടിക്കകത്ത് ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന്. സോ നമുക്ക് എന്തായാലും നേരെ ഡ്രൈവർ ക്യാബിനിലേക്ക് കയറി ഇരുന്ന് നോക്കാം. അപ്പോൾ അറിയാം ഈ ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. JCBയുടെ സ്റ്റിയറിംഗ് വീലാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിഡിൽ ബ്രേക്ക് ചെയ്തിരിക്കുന്ന വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവറിൻ്റെ ഇടത് കൈ എപ്പോഴും ഈ ഒരു ഗിയർ നോബിലും അതുപോലെ ഈ ഒരു ബ്രേക്ക് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. സോ വണ്ടി ഈസി ടേണിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു JCBയുടെ സ്റ്റിയറിംഗ് വീൽ നമ്മുടെ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നേരെ ഒരു ഗിയർ നോബിലേക്ക് നേരെ നോക്കുമ്പോൾ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനോട് കൂടി വരുന്ന ഗിയർ ബോക്സ് ആണ് കാണാൻ സാധിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്ക് കുട്ടി ഗിയറും കാണാൻ സാധിക്കും. 2 ഹൈ 4 ഹൈ 4 ലോ അങ്ങനെ ഇതിൻ്റെ ഒരു ഗിയറിൻ്റെ ട്രാൻസ്മിഷൻ ഫോർമാറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നേരെ നോക്കുമ്പോൾ വേറെ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിഡിൽ ബ്രേക്ക് കയറ്റിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഒരു വാഹനത്തിൽ ഹാൻഡ് ബ്രേക്ക് ഇല്ല. പക്ഷേ അതിന് പകരമായിട്ട് നമുക്കിവിടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു സ്വിച്ച് നമ്മുടെ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ട് ബട്ടണും ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ ബേസിക്കായിട്ട് സാധാ വണ്ടികൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഇടത് സൈഡിലായിട്ട് വൈപ്പർ കൺട്രോൾസും വലത് സൈഡിലായിട്ട് ഹെഡ്ലൈറ്റ് കൺട്രോൾസുമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അങ്ങനെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയറിൽ എടുത്തു പറയാനായിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടുന്ന വലിയൊരു റിയർ വ്യൂ മിറേഴ്സ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഇനി ഒരു വണ്ടിയുടെ ഒരു എക്സോസ്റ്റ് നോട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് മനസ്സിലാക്കി നോക്കാം. സോ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാവുന്നതാണ്. ഒരു രക്ഷയില്ല. എന്റെ മോനെ, എക്സോസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. വണ്ടി എന്തായാലും ഓഫ് ചെയ്യട്ടെ. ചെവിക്കല്ല അടിച്ചു പോണ സൗണ്ടാണ് ഈ ഒരു വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയുടെ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ നിഖിലേട്ടനുണ്ട്. നിഖിലേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുക്ക് വേണ്ടി ചെയ്ത കില്ലർ വേൾഡ് എല്ലാ വീഡിയോസിലും അതിലേട്ടനാണ് കൂടുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അതുപോലെ എല്ലാ വണ്ടികളും നമ്മൾ ഒരു നിക്സ് ബുൾഡോസർ എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഐഡി കണ്ടുള്ള പരിചയം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തായാലും നിഖിലേട്ടൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നിഖിലേട്ടും നമ്മുടെ ഒപ്പം ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് നേരെ വണ്ടിയുടെ ബാക്കി വിശേഷങ്ങൾ നേരെ നിഖിലേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ നിഖിലേട്ടാ, ആദ്യം തന്നെ ചോദിക്കാലോ, എന്തുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു ജിപ്സി എടുത്തു? ജിപ്സി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ട്രാക്കുകളിൽ 2 ക്ലാസ്സാണ്. അതായത് പെട്രോൾ ക്ലാസ്സും ഡീസൽ ക്ലാസ്സും. അതിൽ ഡീസലിൽ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ വരും. നമ്മുടെ ഒരു ജീപ്പ് ഉണ്ട്, കുട്ടി ജീപ്പ് എന്ന് പറയും. ആ കുട്ടി ജീപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പെട്രോൾ കാറ്റഗറിയിൽ വരുമ്പോൾ ജിപ്സി. നമ്മുടേതായ കുറച്ച് മോഡിഫിക്കേഷൻസും ഇപ്പോഴത്തെ നമ്മുടെ ട്രാക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പൊ വീണ്ടും റീബിൽഡ് ചെയ്ത് ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും വണ്ടി ട്രാക്കിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. അടുത്തായിട്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കേട്ടോ, നമ്മളൊരു ഇവന്റിലേക്ക് പോകുമ്പോൾ നമുക്കും അതുപോലെ നമ്മുടെ ഒരു വണ്ടിക്ക് നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യാറുണ്ട്? വണ്ടിക്ക് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പുള്ള ദിവസം അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഫുള്ള് വണ്ടി ഒന്ന് ചെക്ക് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് പറയണില്ല. കാരണം ട്രാക്കിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഭാഗ്യവശാൽ എന്തോരം കിട്ടിയിട്ടുമുണ്ട്, ഇനിയും കിട്ടാനും കിടക്കുന്നുണ്ട്. അതൊക്കെ ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ സർവീസ്, സ്പെയർ, മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണ്?
സർവീസ് നമ്മളിപ്പോൾ പാർട്സ് പറയുമ്പോൾ നമ്മളെല്ലാം നമ്മുടെ മാരുതിയുടെ ജെന്യൂൻ പാർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കതിപ്പോൾ ഓരോ ഷോപ്പുകളിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ജിപ്സിയുടെ പാർട്സും അതേപോലെ തന്നെ ബാക്കിയുള്ള എഞ്ചിൻ പാർട്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം ഫുള്ള് ചെക്ക് ചെയ്യും. അപ്പോൾ അതിൽ ഇപ്പോൾ ഓരോ ട്രാക്ക് കഴിയുമ്പോഴും നമ്മുടെ ബാക്കിയുള്ള ഓയിൽസ്, നമ്മുടെ ഗിയർ ഓയിൽ ചെക്ക് ചെയ്യും, ഹൗസിംഗ് ഓയിലുകൾ ചെക്ക് ചെയ്യും. അത് ഹൗസിംഗ് ഓയിലൊക്കെ വെള്ളമുള്ള ട്രാക്കിൽ ഓടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും മാറ്റും എന്തായാലും. പിന്നെ വരുന്ന ജോയിന്റുകൾ ചെക്ക് ചെയ്യും. അതൊക്കെയാണ് ഇപ്പൊ നോർമലി ചെക്ക് ചെയ്ത് നമ്മൾ തീർന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഒരു മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ഇവന്റിന് ഇറങ്ങുന്നതിന് മുന്നേ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു മെയിൻ്റെനൻസ് ആണ് നമുക്ക് വരുന്നുള്ളൂ. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ബ്രേക്കേജ് ഒക്കെ എന്താ വരുന്നത് പറയാൻ പറ്റില്ല, നമുക്കത് കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്യും. ഓക്കെ. പിന്നെ നിഖിലേട്ടാ, അടുത്ത് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു വണ്ടി നമ്മളൊരു ഇവന്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ മേജറായിട്ട് അല്ലെങ്കിൽ മെയിനായിട്ട് എന്തെങ്കിലും പണി കിട്ടാറുണ്ടോ? നമുക്ക് പണികൾ ഇപ്പം നമുക്കങ്ങനെ കിട്ടാറുണ്ടോയെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പണികൾ വരാറുണ്ട്. പക്ഷേ നമ്മൾ യൂഷ്വലി പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലർക്ക് ചേസ് ബെൻഡാവും, ചിലർക്ക് ലീഫ് ഒടിയും, ജോയിന്റുകൾ പൊട്ടും, ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഇടയ്ക്ക് ചെറിയ ചെറിയ ജോയിന്റുകൾ പൊട്ടാറുണ്ട്, അങ്ങനത്തെ കേസുകളൊക്കെ വരാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ഇലക്ട്രോണിക് ഐറ്റംസ്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ കംപ്രസർ, എയർ ടാങ്ക് സാധനങ്ങളൊക്കെ കൂടിയിട്ടുണ്ടല്ലോ, ഫ്രിൽ ബ്രേക്സ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഇതൊക്കെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കംപ്ലൈൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒരു വയറ് പോയാൽ മതി, അല്ലെങ്കിൽ ഒരു എയർ പൈപ്പ് പൊട്ടിയാൽ മതി. ആർക്കെങ്കിലും ഒരു പണി തരണമെന്ന് വെച്ചാൽ അത് മതി. ഒരാൾക്കൊരു പണി തരണം വെച്ചാൽ ഒരു പൈപ്പ് പൊട്ടിച്ചിട്ടാ പിന്നെ അന്നത്തെ ഇവന്റ് നമ്മുടെ മൊത്തം പോയി. നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ല, പറ്റില്ല. ഒരു ബ്രേക്ക് ഫുള്ള് ജാമായി പോകും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊക്കെയാണ് ഇതിൽ വരാൻ പോകുന്ന പണി. പിന്നെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ എല്ലാവർക്കും അറിയാനായിട്ട് താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും, പുതിയൊരു ജിപ്സി എടുത്ത് നമ്മൾ ഇതുപോലെ ഒരു ഓഫ് റോഡ് ബിൽഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തുമാത്രം റേറ്റ് വരുമായിരിക്കും? ഏകദേശം ഒരു ജിപ്സി ഉൾപ്പെടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയത് ജിപ്സി ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. നമുക്ക് എപ്പോഴും ഒരു നോർമൽ ജിപ്സി എടുത്തിട്ട് പണിതാൽ മതി. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ ഒരു 11 to 12 ലക്ഷത്തിന്റെ അടുത്ത് ഈ പറഞ്ഞ ന്യൂമാറ്റിക്കും കാര്യങ്ങളെല്ലാം കൂടി കയറ്റി വരുമ്പോൾ വരും. ഓക്കെ. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 12 ലക്ഷം രൂപയോളം അടുത്ത് വരുന്നതാണ്. ഓക്കെ. പിന്നെ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇവന്റ് ഒക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു ജീപ്പും ജിപ്സിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ടോ? ജീപ്പും ജിപ്സും എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെന്റ് ആണ്. രണ്ടും രണ്ട് കാറ്റഗറിയാണ്. എഞ്ചിൻ സൈഡ്, അതേപോലെ തന്നെ വെയിറ്റ്, ആർട്ടിക്കുലേഷൻ ലെവൽസ്, അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് എപ്പോഴും കംഫർട്ട് എന്ന് പറയുന്നത് ശരിക്കും ജീപ്പായിരിക്കും. പക്ഷെ വാഹനപ്രേമികളുടെ എപ്പോഴും ഇഷ്ടം ജിപ്സിയാണ്, ഒരു വികാരം ജിപ്സി തന്നെയാണ്, സൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമുക്ക് നേരെ നിഖിലേട്ടൻ ഈ ഒരു ജിപ്സിയിലുള്ള ഒരു ഓഫ് റോഡ് ഡ്രൈവ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കി നോക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെ നിഖിലേട്ടൻ വണ്ടിക്ക് അതിരുന്ന് റെഡി ആക്കുവാണ്. അപ്പോൾ വണ്ടി എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു ഓഫ് റോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വണ്ടി ഒന്ന് വാമപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പിഡിൽ ബ്രേക്സും ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി തിരുത്ത് വാമപ്പും കഴിഞ്ഞ് വണ്ടി ഓഫ് റോഡിങ് ചെയ്യണമെങ്കിൽ തൊട്ട് മുന്നേ ഒരു അടുത്തൊരു പണി കിട്ടി. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഓഫ് റോഡ് വണ്ടി ആകുമ്പോൾ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് പണി കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് മെയിനായിട്ട് പറ്റിയ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ കണ്ടു, ഈ ഇരിക്കുന്ന ഫ്യൂസ് ബോക്സ് ഇവിടെ നിന്ന് ബോൾട്ടിൽ നിന്ന് നേരെ തെറിച്ച് നമ്മുടെ സൈലൻസറിൽ വന്ന് ഇത് അവിടെ ഉരുകി പിടിച്ചിരുന്നു. സോ ഇത്രയും ഭാഗത്ത് കരിഞ്ഞു പോയി. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന ഒരു പണി എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും ബാക്കി ഇലക്ട്രീഷ്യനൊക്കെ ഇപ്പോൾ തന്നെ വരും. വണ്ടി എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഒരു പണി നേരെ മാറ്റി നമ്മൾ നേരെ വീണ്ടും ട്രാക്കിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. 2000 years later. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ പെട്ടെന്ന് പല പണികളും വരുന്നു. അങ്ങനെ ആ ഒരു പണി നമ്മൾ പെട്ടെന്ന് തീർന്നു. നമ്മൾ വീണ്ടും നേരെ ട്രാക്കിലേക്ക് ഇറങ്ങുവാണ്. ഇപ്പോൾ നിഖിലേട്ടൻ്റെ കൂടെയുള്ള നമ്മുടെ ആദ്യത്തെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. സോ നമുക്ക് എങ്ങനെയുണ്ടെന്ന് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി നോക്കാം. വണ്ടിയുടെ ഒരു ആർട്ടിക്കുലേഷൻ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ വണ്ടി നേരെ എന്തായാലും പിറ്റിലേക്ക് അപ്രോച്ച് ചെയ്ത് വരുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ട ഒരു ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് ഡെപ്ത് കുറഞ്ഞൊരു ആർട്ടിക്കുലേഷൻ ആയിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞതാ കണ്ടോ, അത്യാവശ്യം ഡെപ്ത് കൂടിയ ഒരു ആർട്ടിക്കുലേഷനാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. സോ ഇവിടെയാണ് നമുക്ക് വണ്ടിയുടെ കൂടുതലായി ഡിഫറൻഷ്യൽ ലോക്കിൻ്റെ വർക്കിംഗ് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത്.
ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിക്കുലേഷനിൽ വണ്ടി ടയർ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, വണ്ടി കയറില്ലാത്തൊരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ സിറ്റുവേഷനാണ് നമ്മൾ ശരിക്കും ലോക്ക് ഡിഫറൻഷ്യൽ ലോക്ക് ഓൺ ചെയ്യുന്നത്. കണ്ടോ, വണ്ടി നേരെ ഈസി ആയിട്ട് നേരെ കയറി പോകുന്നതായിരിക്കും. അപ്പോൾ അതായിരുന്നു നിഖിലേട്ടൻ്റെ കൂടെയുള്ള ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് പറയുന്നത്. എൻ്റെ പൊന്നു നിഖിലേട്ടൻ എന്താ മേത്ത് വന്ന് ചെളിയിൽ കുളിച്ചിറങ്ങി കയറി പോലെ ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു നമ്മുടെ ഈ ഒരു ചെറിയൊരു ട്രാക്കിൽ വണ്ടി ഓടിച്ചപ്പോൾ? അപ്പോൾ നമ്മൾ അത്ര എക്സ്ട്രീം കണ്ടീഷൻ നമുക്ക് ഇവിടെ കിട്ടിയില്ല. പക്ഷെ എന്നിരുന്നാൽ നമ്മുടെ കയ്യിലുള്ള സ്ഥലങ്ങളൊക്കെ വെച്ചുള്ള ഒരു ചെറിയൊരു ബേസിക് ഫൺ ഡ്രൈവ് മാത്രമായിരുന്നു നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. നമ്മൾ അത്ര എക്സ്പേർട്ട് ആയിട്ട് ഓഫ് റോഡ് കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. കാരണം നിഖിലായിട്ട് നമുക്ക് ചെയ്ത് കാണിച്ച് തന്നു എങ്ങനെയാണ് ഓഫ് റോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഏതായാലും ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. വണ്ടി ആകെ ഫുള്ള് ചെളി പിടിച്ചാണ്ടിരിക്കുന്നത്. നമ്മുടെ നേരത്തും അത്യാവശ്യം കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അൾട്ടിമേറ്റ് ഫൺ തന്നെ പറയാം. ഈ ഒരു കട്ടിംഗ് ബ്രേക്ക് അഥവാ ഫിഡിൽ ബ്രേക്ക് ഉള്ളതുകൊണ്ടാണ് വണ്ടി അത്രയും ഈസി ആയിട്ട് ടേൺ ചെയ്ത് വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നേരെ ഓഫ് റോഡ് ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് നിന്ന് നമ്മൾ പോകുന്നു. കാരണം ഓഫ് റോഡ് ചെയ്യാൻ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല, നിഖിലായിട്ട് ചെയ്ത് കാണിച്ചു തന്നു. നമുക്ക് ഏതായാലും വണ്ടി ഇനി ഓൺ റോഡിൽ ഓടിച്ച് ഇതിന്റെ ഒരു റോഡ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കി നോക്കാം. നമ്മളിപ്പോ എന്തായാലും വണ്ടി നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിടാൻ വേണ്ടി പോകുന്നു.
പറയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ വണ്ടി ഫുള്ളി ഓഫ് റോഡ് പർപ്പസിന് വേണ്ടി ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്ന വാഹനമായതുകൊണ്ട് തന്നെ സസ്പെൻഷനൊക്കെ ഒരു സോഫ്റ്റ് സൈഡിലാണ് ഈ ഒരു വണ്ടിയുടെ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാർഡ് ടേൺസ് ഒക്കെ എടുക്കുമ്പോൾ വണ്ടി ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു വണ്ടി ഫുള്ളി ഓഫ് റോഡ് പർപ്പസിന് വേണ്ടി മാത്രം ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു വാഹനമാണ്. സോ നമ്മൾ ഇവന്റുകൾക്ക് പോകുമ്പോൾ ഈ ഒരു വണ്ടി ഫ്ലാറ്റ് ബെഡിൽ മാത്രമാണ് കൊണ്ടുപോകാറുള്ളൂ. റോഡിൽ കൂടി ഓടിച്ച് നമ്മൾ വണ്ടി കൊണ്ടുപോകാറില്ല. ഇനിയിപ്പോൾ വേറെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്ന ടയേഴ്സ് എന്ന് പറയുന്നത് CST ടയേഴ്സ് ആണ്. ആ ഒരു ടയർ ഇത് റോഡിനൊട്ടും കംഫോർട്ട് തരുന്ന ടയേഴ്സ് അല്ല. ഫുള്ളി ട്രാക്ക് പർപ്പസിന് വേണ്ടി അഥവാ ഓഫ് റോഡ് പർപ്പസിന് വേണ്ടി മാത്രമുള്ള മട്ടറിൻ ടയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനൊരു ബ്രേക്കിംഗ് നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞിരുന്നു, നമ്മുടെ വണ്ടിയിൽ നമ്മൾ ബ്രേക്കിംഗ് അപ്ഗ്രേഡ് ചെയ്ത് ബ്രേക്ക് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. സോ അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് റോഡിലാണെങ്കിലും കാണാനുണ്ട്. ഇത് മാത്രമല്ല, കാരണം ഞാൻ ഓൾറെഡി ഗ്രൗണ്ടിൽ കിടന്ന് സർക്കിൾ വളരെ കണ്ടില്ല. വണ്ടി പക്ക 1 to drive മെഷീനാണിത്. വണ്ടി കൊണ്ട് കളിക്കാം നമുക്ക്. പിന്നെ അടുത്തൊരു കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ടോപ്പ് സ്പീഡോ അല്ലെങ്കിൽ ആക്സിലറേഷനോ കാര്യമൊന്നും ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. കാരണം ഇതൊരു റോഡ് ലീഗൽ വാഹനമല്ല. നമ്മൾ ട്രാക്കിലേക്ക് പോകുമ്പോൾ ആദ്യം പറഞ്ഞു ഫ്ലാറ്റ് സ്പീഡിൽ മാത്രമേ ഓടിക്കാറുള്ളൂ. തൊട്ടടുത്ത് വീടായതുകൊണ്ടാണ് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ റോട്ടിൽ കൂടി അധികമൊന്നും വണ്ടി ഓടിക്കാൻ പോയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ട്രാക്ക് പർപ്പസിന് വേണ്ടി മാത്രം ഇറക്കുന്ന ഒരു വണ്ടിയാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഫൺ ഡ്രൈവ് പോലെ നമ്മളൊരു ചെറിയ ട്രാക്കിലൊക്കെ പോയി കണ്ടില്ല. വണ്ടി മൊത്തത്തിൽ ചെളിയിൽ കുളിച്ച് നിൽക്കുവാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.